ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾ ഇന്നത്തെ ഇൻട്രോ, നമ്മുടെ കുഞ്ഞാപ്പൂനെ വെച്ചിട്ടുള്ള ഇൻട്രോ. കുഞ്ഞാപ്പൂന് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഓരോ സമയങ്ങളിൽ മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നല്ലേ, ഇന്നലെ ഒന്ന് എന്നെ സ്നേഹിച്ചതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പാട് കണ്ടോ. വേറെ ഒന്നല്ല, ആശാനൊന്നും ഞാൻ പിടിക്കാൻ നോക്കിയതാണ്, അപ്പം തന്നെ ഒരു കടി തന്നു. ആശാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആ കുഞ്ഞിപ്പല്ലും വെച്ച് കണ്ട ഞങ്ങളുടെ പല്ലി കണ്ട, ആ കുഞ്ഞിപ്പല്ലും വെച്ചിട്ട് കടിക്കണ കടി എന്ന് പറഞ്ഞാൽ നിസ്സാര കടിയില്ല, നല്ല രീതിക്ക് തന്നെ കടിക്കും ഞങ്ങൾ അല്ലേ. പിന്നെ ഒരു എന്താ പറയുക, എനിക്ക് നമ്മുടെ ഗോപുട്ടൻ്റെ പോലെ തന്നെ എന്താ പറയുക, ഗോപുട്ടൻ്റെ ആ സെയ്യും ഇത് തന്നെയാണ്. ഗോപുവിന് പക്ഷേ ബൈറ്റിങ് ടെൻഡൻസി ഉണ്ടായില്ല കേട്ടോ. ഗോപുവിന് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടി കൂടുതലായിരുന്നു. അപ്പോൾ ഇവൻ അങ്ങനെയല്ല, ഇവന് നേരെ തിരിച്ചാണ്. പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പക്ഷേ എന്നാലും ഭയങ്കര കുറുമ്പനാണ് ഇവൻ. എന്താ പറയുക, ഏറ്റ് നടന്നിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ഇവന് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നതിന് മുന്നേ ജഗജാടി കില്ലാടിയായിരുന്നു തോന്നുന്നുണ്ട് ആ ഏരിയയിൽ, അല്ലാണ്ടൊന്നും ഇങ്ങനെ വരില്ല. പിന്നെ എനിക്ക് ഇവൻ്റെ മെയിൻ എന്താ ഇഷ്ടമായെന്ന് അറിയാം, ഇവൻ്റെ ചെവി ഹൈലൈറ്റ് സാധനമാണ്. കാരണം വീശെറി പോലെയാണ്, മറ്റേ എന്താ പറയുക ആനയുടെ വീശെറി ചെവി നിൽക്കില്ല, അതുപോലെയാണ് കിടന്ന് നിൽക്കുക. ഞങ്ങളുടെ ചെവി കാണിച്ചേട്ടാ, കണ്ട ഞങ്ങളുടെ ചെവി, ഞങ്ങൾ സൂം ചെയ്താൽ ചേട്ടാ, ഞങ്ങൾ സൂം ചെയ്തേ കണ്ട, ഞങ്ങൾ ചെവി നിൽക്കണ കണ്ട, ഇങ്ങനെയാണ് ഞങ്ങളുടെ ചെവി നിൽക്കണേ അല്ലേ. പിന്നെ കുഞ്ഞിൻ്റെ അപ്ഡേഷൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ ഈ ഒരു പോർഷനിൽ പൊട്ടലുണ്ട്. അത് നമ്മുടെ ഗോപുവിനും ഫസ്റ്റ് ടൈം പൊട്ടലുണ്ടായിരുന്നു കണ്ടോ, ഈ ഒരു പോർഷനിലും അത് എന്താ പറയുക, ഇങ്ങനെ പാരലൈസ് ആവുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ കാലിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വിഷയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗോപുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. കാരണം ഗോപുവിന് എന്താ പറയുക വലിയൊരു മുറിവായിരുന്നു, അത് ഇങ്ങനെ എന്താ പറയുക വിള്ളലായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞാപ്പൂന് അത് നമുക്ക് മുന്നേ അറിയണ കാരണം കൊണ്ട് നമ്മൾ അതിൻ്റേതായുള്ള പ്രിക്കോഷൻസ് എടുത്തു. ഗോപുവിനെ നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ഇങ്ങനെ പറ്റിയ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഏറെക്കുറൊക്കെ മനസ്സിലായി അല്ല കുഞ്ഞാപ്പോ. ഞങ്ങൾക്കൊക്കെ തന്നെ അത് കാരണം കൊണ്ടാണ് രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്നാലും ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാം അല്ല കുഞ്ഞാപ്പൂ. അപ്പോൾ ഇതാണ് കുഞ്ഞാപ്പൂവിൻ്റെ. പിന്നെ ഞങ്ങൾ ചൂട് പിടിച്ച കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു 50-50 ചാൻസ് പറയണ കാരണം കൊണ്ട് നമുക്കൊരു ഒരു ഇതില്ല. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഗോപുവിൻ്റെയും ശ്രീകുട്ടിൻ്റെയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമുക്കറിയാം ഏകദേശം ഡോക്ടേഴ്സ്, ഇപ്പോൾ നമ്മളെടുത്ത് ഡോക്ടറെ നമ്മൾ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെടുത്ത് അങ്ങനെ പറഞ്ഞത്. ശരിക്കും ഈ കുഞ്ഞ് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം കുഞ്ഞിനെ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒരു പോർഷനിലാണ് ഇവനെ സംഭവിച്ചത്. ഈ ഒരു പോർഷനിൽ ഒരു കൂന് പോലെയാണ്, അത് അവന് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നടക്കുന്ന കാരണം ഗോപു എന്ന് പറയുമ്പോൾ ഈ പോർഷനിലാണ്, ഇതേ സെയിം സാധനം ഈ ഒരു പോർഷനിലാണ് നമ്മുടെ കുഞ്ഞാപ്പൂന് സംഭവിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്ര വിഷയം വന്നത്. അതും ശരിക്കും ഈ ഒരു ഇതിൽ ഒരല്ലിങ്ങനെയും കറക്റ്റ് ഈ ഒരു പോർഷനിൽ ബ്രേക്ക് ആവുകയാണ് ചെയ്തത്. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ വിഷയം വന്നത് എക്സ്റേയിൽ കണ്ടപ്പോൾ അല്ലേ കുഞ്ഞാപ്പൂ, അല്ലേ കുഞ്ഞാപ്പൂച്ചേ. അന്റിന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളോട്ടോ ഇങ്ങനെ ഇരിക്കണ്, സ്നേഹം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാരിപ്പം ഇങ്ങനെ വന്നേ, ഒരു സൂപ്പർ ഫാസ്റ്റ് പോലൊരു സാധനം വന്നത് കണ്ടോ നിങ്ങൾ. നമ്മുടെ പാപ്പൂച്ചതേ, ഞങ്ങൾ ഇന്ന് വെറ്റിനറി പോണ ദിവസം കേട്ടോ. നമ്മുടെ കറുമ്പി അവിടെ കറുമ്പി അമ്മയും കൂടെ തല്ലുകൊണ്ട് കണ്ട അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ കണ്ട. കറുമ്പി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര കുറുമ്പായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കറുമ്പിനെ ഞങ്ങൾ സഞ്ചിയിലാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പോവാ അല്ലേ കറുമ്പിയാ, ഇങ്ങോട്ട് കളയാൻ പോലെ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞേ. പിന്നെ വലിയൊരു ആശ്വാസം എന്താണെന്നറിയും, ഒരു ഹാപ്പിനെസ് എന്താണെന്നറിയും, അതായത് നമ്മുടെ ആമിക്കുട്ടി എന്താ പറയുക ഏറെക്കുറൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും കൂടെ ഞങ്ങൾ 3 ദിവസമാണ് ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞത്. അന്ന് ശനിയാഴ്ച ഞങ്ങൾ കൊണ്ടുപോയിപ്പോന്ന് വെച്ചാൽ അവളുടെ ആൻറ്റിബയോട്ടിക് ആ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഇടയിലാണ് ടെമ്പറേച്ചർ കയറിയത്. അപ്പോഴാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവിടെ നിർത്തിയിട്ട് പനിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് നോക്കണേ എൻ്റെ മോൻ, അവ മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ സംഭവിക്കണേന്ന് അറിയണില്ല. ഇവിടെ ഇരിക്കാട്ടാ, ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ മോൻ, ഇവിടെ ഇരുന്നോട്ടാ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടേക്ക് ഇറങ്ങി അടി കിട്ടൂട്ടാ കുഞ്ഞാപ്പോ. ഇടയ്ക്ക് ആശാൻ വിക്കിയുടെ അവിടെ പോയിരിക്കണ കാണാം. വിക്കി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അഗ്രസീവായിട്ട് കാണിക്കില്ല. അപ്പോൾ
കം ബാക്ക് ടു ദ പോയിന്റ്. നമ്മുടെ ആമിക്കുഞ്ഞിൻ്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാണ് നമ്മളന്നൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ശനിയാഴ്ച, ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച ഇന്നും കൂടെ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ട് നോക്കണം. എന്തിട്ട് ഇവിടെ ഉണ്ടായേ? കണ്ട ഒന്നുമില്ല. ഈ ഒരു ചെറിയ കടിയുണ്ട്, വേറെ ഒന്നല്ല കേട്ടോ. വിക്കിൻ്റെ അടുത്തേക്ക് പോയ കാരണം കൊണ്ടാണ് ഇത്ര വിഷയം വന്നത്. നമ്മൾ ഇവനെ ഉള്ളിലേക്ക് ആക്കാം, അതായിരിക്കും നല്ലത്. അങ്ങോട്ട് വാ. അത് വേറെ ഒന്നല്ല കേട്ടോ. വിക്കി ഇങ്ങനെ ഇരുന്ന കാരണം കൊണ്ട് ഇവൻ വിചാരിച്ചു ഇവൻ്റെ മുഖത്തേക്ക് വന്ന് കടിക്കണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം മുന്നൊരു തവണ നമ്മുടെ ആമി ഒന്ന് കളിച്ചതാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ. പക്ഷേ വിക്കിയുടെ മുഖത്ത് നോക്കി ഒറ്റ കടി അടിച്ചു. പക്ഷേ അത് വിക്കിക്ക് താല്പര്യമില്ല. അപ്പോൾ അതേപോലത്തെ സെയിം സിറ്റുവേഷൻ ആണോ എന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ചത്. കടിക്കുന്നല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് പേടിച്ചു. പക്ഷേ കുഞ്ഞാകെ പേടിച്ചു, അതുണ്ടായി. അപ്പോൾ ആമയുടെ ഇത് ഇന്നും കൂടെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും, ഇന്നും കൂടെ ടെമ്പറേച്ചർ നോക്കും. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുഞ്ഞിനെ നമ്മുടെ ഈ ഒരു കാറിൽ യാത്ര ചെയ്യണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കാറിൽ AC ഇല്ല, നല്ല ചൂടാണ്. പോരാത്തിന് ബ്ലാക്ക്, അതിൻ്റേതായിട്ടുള്ള ചൂട് കാണും. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ടായിരിക്കാം നല്ല ചൂട് അവിടെ എത്തും. കാരണം ഇപ്പോൾ ഒന്നും ടെമ്പറേച്ചർ ഇല്ല. അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്ര ടെമ്പറേച്ചർ എന്ന് ഞങ്ങൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അതുപോലെയാണ് ടെമ്പറേച്ചർ കയറി വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ എന്താ പറയുക, ഇന്നും കൂടെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണ് ആമിക്കുട്ടീനെ. ആമിക്കുട്ടിയെ കാരണം പിന്നെ ഉഷാറിന് കുറവ് ഒന്നുമില്ല കേട്ടോ, എല്ലാം ഓക്കെയാണ്. എന്താ പറയുക, നല്ല രീതിക്ക് ഫുഡ് കഴിക്കണമുണ്ട്, വെള്ളം കുടിക്കണമുണ്ട്, മോഷണം, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇത് അവളുടെ മെയിൻ ഏരിയ കേട്ടോ. ഇവിടെയാണ് ആശാത്തി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുക. അല്ല ആമിക്കുട്ടിയെ, നമ്മളിവിടെയല്ലേ വന്നിരിക്കുക അച്ചു. പിന്നെ അതായത് നമ്മളുടെ ഇന്ന് കറുമ്പീനെയും കൊണ്ട് പോകേണ്ട ദിവസം കൂടി കേട്ടോ. കറുമ്പിയും പിന്നെ അതുപോലെ നന്തുട്ടിയും. കറുമ്പീനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്നടി കറുമ്പിയ കണ്ടാ ഞങ്ങൾ ഏറെക്കുറൊക്കെ സെറ്റായി. ഇവിടുത്തെ ഹെയറൊക്കെ വന്നു, ഞങ്ങൾ ഗുഡ് ഗേളായി. ഇപ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ വേസ്റ്റ് പോയി തിന്നുക. പിന്നെ അതുപോലെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ വേസ്റ്റ് തിന്നലാണ് ഇവളുടെ മെയിൻ പരിപാടി അല്ലേ. ഇവിടെ മെയിൻ പരിപാടി. ഇവിടെ ഞങ്ങളൊന്നും തിന്നാൻ കൊടുക്കാത്ത പോലെയാണ് ആശാത്തിയുടെ പെരുമാറ്റം അല്ലേ. അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ ഫുള്ള് മീനിൻ്റെ നാറ്റാ ചാളയുടെ വേസ്റ്റ് പോയി കഴിച്ചിട്ട്. പിന്നെ ചെറിയൊരു ഡാൻഡ്രഫിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അത് ആ ഒരു കഴിഞ്ഞോട് കൂടിയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി റിക്കവേർഡാണ് നമ്മുടെ കറുമ്പി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല, മൃഗങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതായത് നമ്മുടെ തുമ്പിപ്പണി ഇരിക്കണുണ്ടോ, അങ്ങനെ ഇരിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. അവളുടെ അമ്മ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂബീനെ നമ്മൾ നമ്മുടെ ജോണിൻ്റെ റൂമിലേക്ക് ഇട്ടേക്കാം കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആശാത്തി ചിലപ്പോൾ എന്നല്ല, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചിലപ്പോൾ പോകും കയ്യിൽ നിന്ന്. അത് കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഇപ്പോൾ വിക്കി അഴിഞ്ഞു പോയപ്പോൾ വിക്കി റോഡ് വഴി ഇതായിട്ടേ പോവുള്ളൂ. എന്നാൽ സ്കൂബി അങ്ങനെയല്ല. സ്കൂബി നേരെ പറമ്പിന്ന് അപ്പുറത്തെ പറമ്പിലിരിക്കുക, കിട്ടൂല. നല്ല രീതിക്ക് സ്പീഡിൽ ഓടും അവള്. ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണം. നമ്മൾ ആദ്യം വിചാരിച്ചാൽ ഭയങ്കര മടിയത്തിയും കാര്യങ്ങളാണ്. പക്ഷേ ഓട്ടം നമുക്ക് കിട്ടിയെന്ന് തരില്ല കയ്യിൽ, അതേപോലത്തെ ഓട്ടമാണ് ഓടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ രാവിലെ ഒന്ന് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ റൂമിൽ ഫ്രീ ആക്കി വിടും. ആ കേജും കാര്യങ്ങളൊന്നും ആവുന്ന വരെ. കാരണം ഫെൻസ് ഇതുവരെ നമുക്കൊന്നും ആയിട്ടില്ല, അതുപോലെ കേജ് ആയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഇഷ്ടംപോലെ റെസ്ക്യൂ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇത്രയാണ് കാര്യങ്ങൾ, ഇത്ര കേജുകളുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മക്കളെ എന്ന് വെച്ചാൽ ഗോപു, ശ്രീക്കുട്ടി, ജിമ്മിച്ചൻ, ടെഡി, മാളു, കൊക്കോ, ബെല്ല, ഇഷ, ഡോബർ, ഇവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് പോരാഞ്ഞിട്ട് നമുക്ക് റെസ്ക്യൂസ് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് അടച്ചുറപ്പും വേണം, അവിടെ കേജ് റെഡിയാക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അതാവാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ഇതിൽ പല റെസ്ക്യൂ ചെയ്യണം. പലരും എന്നെ വിളിച്ച് പറയുന്നു റെസ്ക്യൂ ഏറ്റെടുക്കണം, തൃശ്ശൂർ ഭാഗത്ത് നിങ്ങൾ ഏറ്റെടുക്കണം. എനിക്ക് ഏറ്റെടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്താ പറയുക, ടോട്ടലി ഞാൻ റെസ്ക്യൂ ഇതിലേക്ക് ഞാൻ വന്നത് ഇത്ര റിസ്ക് എടുത്തിട്ട് എന്താ പറയുക, ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കാണുന്ന ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നമ്മളെ അത്യാവശ്യം നല്ല പലിശയ്ക്ക് ഇതായിട്ടാണ് ലോൺ എടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത്.
എന്താ പറയുക, എനിക്ക് 25 വയസ്സുള്ളൂ. ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, മോനെ നിനക്ക് 25 വയസ്സായിട്ടുള്ളൂ, നീ നിൻ്റെ ലൈഫ് നോക്കണമെന്ന്. അത് ശരിക്കും ഒരു പോയിൻ്റാണ് ശരിക്കും. കാരണം എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം. പക്ഷേ എനിക്ക് താല്പര്യം, എനിക്ക് ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാൽ താങ്ങാവുന്ന അല്ലെങ്കിൽ എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുമക്കൾക്ക് എനിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ഇത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഈ സംഭവം ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും സഹകരണം ഉണ്ടായാൽ മാത്രമേ, കാരണം ഇപ്പോൾ ഞാൻ വേറൊരു കമൻറ്റും കൂടി കണ്ടായിരുന്നു. എനിക്ക് ഉണ്ടായുള്ള അനുഭവം കൊണ്ടാണ്. കാരണം നമ്മളുടെ വീഡിയോസ് പല രാജ്യങ്ങളിലും ബാൻഡാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വെരിഫൈഡ് അക്കൗണ്ടാണ്. അത് മാത്രമല്ല, എനിക്ക് മോണിറ്റൈസേഷൻ ആയതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇപ്പോഴല്ല 2 കൊല്ലം മുന്നേ ആയതാണ്. പക്ഷേ എനിക്ക് പൈസ കിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. കാരണം അത് നമ്മൾ ഇടുന്ന വീഡിയോസ് അവരുടെ പോളിസിക്ക് എതിരെയാണ്. കാരണം പല രാജ്യങ്ങളിലും ഡോഗ്സ് ഇതാവില്ല, എന്താ മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനെ ഇങ്ങനത്തെ ഒന്നും. അപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിൽ ബാൻഡാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോളിസിക്ക് എതിരെയാകുമ്പോൾ നമുക്ക് ആ സാധനം ക്യാൻസലായി പോകും, മോണിറ്റൈസേഷൻ ക്യാൻസലായി പോകും. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നമുക്ക് വരുമാനം ഇതാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും വേണം. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് എണ്ണം കൊണ്ടല്ല, നമുക്ക് വ്യൂസ് കൊണ്ടാണ് നമുക്ക് വരുമാനം ഉണ്ടാവുക. തീർച്ചയായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതെന്തായാലും നമ്മൾ പോവാണിത്. നമ്മുടെ കറുമ്പി കളിയൊക്കെ കഴിഞ്ഞ് നല്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെ കണ്ട, എന്താ കറുമ്പിയെ വയ്യാണ്ടായാ? വയ്യാണ്ടായ എൻ്റെ മോൾക്ക്? വയ്യാണ്ടായി കുണ്ടുമണിയെ. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്. ആമിക്കുട്ടി, പിന്നെ നമ്മൾ കറുമ്പി, പിന്നെ നമ്മുടെ ഇൻട്രോവേർട്ട് നമ്മുടെ നന്ദുട്ടി സോഫയുടെ അടിയിലാട്ടോ. അപ്പോൾ നമ്മൾ 3 ആളെയും കൊണ്ടുവന്ന് വെറ്റിനറി പോകണം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ആമിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടായത് ടെമ്പറേച്ചർ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ പോയി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് വന്നു കേട്ടോ. വെറ്റിനറി പോയി വന്നു. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു പോയിരുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആമിക്കുട്ടിക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ പേടിച്ചിട്ടാണ് തോന്നുന്നു ടെമ്പറേച്ചർ വന്നത്. വേറെ ഇപ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എലിപ്പനി അല്ലെങ്കിൽ വേറെ പറഞ്ഞത് പിന്നെ ചെള്ളുപനിയാണ്. ഈ രണ്ടും അങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇട്ടു. അതുപോലെ ട്രിപ്പല്ല, ഇഞ്ചക്ഷൻസ് ഇതേ അവിടെ ഒരാൾ പോയി നിൽക്കണം. നോക്കി കണ്ടാ, എങ്ങടാ പോണേ? അങ്ങടെ പോണേ തെരുമോനെ? എങ്ങടെ പോണേ? ആരെങ്കിലും വരാന്ന് പറയണ്ട? ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് വരാന്ന് പറയണ്ട? ശരിക്കും പറഞ്ഞാലേ ഗേറ്റിലും ഇങ്ങനത്തെ ഇതില്ലാത്ത കാരണം കൊണ്ട് എപ്പോഴും പിള്ളേരെ പുറത്ത് ആണെങ്കിൽ, ഇപ്പോൾ എത്ര അനുസരണമുള്ള മക്കളാണെങ്കിലും ശരി, ഒരാൾ പുറത്ത് നിൽക്കണം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാടും. ചെറുപണി. അപ്പോൾ ആമിക്കുട്ടിയുടെ വിശേഷം ഇതാണ്. നമ്മൾ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. 3 ദിവസം ആൻറ്റിബയോട്ടിക്. കാരണം നമ്മൾ ശനിയാഴ്ച ഇവളുടെ സ്കിന്നിൻ്റെ ഇതിനു വേണ്ടി പോയ ടൈമിലാണ് നമ്മൾ ടെമ്പറേച്ചർ കുഞ്ഞിൻ്റെ കണ്ടത്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ച പണി പാളി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞ് ഓക്കെയാണ്, സെറ്റായി വന്നിട്ടുണ്ട്. നിൽക്കണണ്ട ഞങ്ങളുടെ സുന്ദരിമണി, ഞങ്ങളുടെ സുന്ദരി ആമിക്കുട്ടി നിൽക്കണണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലേ ആമിക്കുട്ടിയാ? അല്ല, ഞങ്ങളുടെ ആമിക്കുട്ടിയുടെ പോലെ ഇത്ര നല്ല ഭംഗിയുള്ള ആമയിരിക്കും പുള്ളി നിങ്ങൾ കണ്ടണ്ട. പിന്നെ ഞങ്ങളുടെ പാപ്പു ഒന്നും ഇപ്പോൾ കുളിച്ചു കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞ് വരുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ കുളിച്ച് നല്ല സുന്ദരി മണിയായി. ഇപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ, വൈകിട്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ ഇതൊക്കെ ഫുള്ള് അഴുക്കാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലേ പാപ്പുശേ? അല്ലേ, ഞങ്ങളെ കൊണ്ട് അത്രയ്ക്കേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആക്കി വെക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അല്ലേ പാപ്പുശൻ്റെ സുന്ദരമോനാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കും ഇതിനൊക്കെ ഒരുപാട് നന്ദി. കാരണം ആമിക്ക് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മെഡിസിൻസ് തന്നിട്ടുണ്ട്. ഓറലി ഉള്ള ടാബ്ലറ്റുകളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സൈലിഡ്രഫ് എന്ന് പറഞ്ഞ ഷാമ്പു. ഇത് നമ്മുടെ കറുമ്പി, നമ്മൾ ആമീനെ മാത്രമല്ല നമ്മുടെ കറുമ്പീനെയും നന്ദുട്ടീനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ നന്ദുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഷാമ്പു ആണ് സൈലിഡ്രഫ്. ഇത് ഏകദേശം ഒരു 400 രൂപ റേറ്റുള്ള ഒരു ഷാമ്പു ആണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഷാമ്പു. പിന്നെ കമൻറ്റിലൂടെ കുറേ പേര് ചോദിക്കും ഷാമ്പുവിൻ്റെ പേര് പറയാൻ ആക്കാനൊക്കെ ആയിട്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന പരമാവധി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില റിപ്ലൈസ് കാണാറുണ്ട്, ചില കമൻറ്റ്സ് കാണാറുണ്ട്. ഞാൻ എത്ര മെസ്സേജ് അയച്ചിട്ടും നിങ്ങൾ കമൻസിന് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം. സൈലിഡ്രഫ് എന്നാണ് ഷാമ്പുവിൻ്റെ പേര്.
സെലിഡ്രഫ് കണ്ടോ, ആൻറ്റി ഫംഗൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ്. അതുപോലെ ഇത് കീറ്റോക്ലോറിൻ്റെ ഒരു ഷാമ്പു. ഇത് നമ്മുടെ കറമ്പിക്കാണ്. കറമ്പിക്ക് ഈ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യണം, കീറ്റോക്ലോറിൻ്റെ. പിന്നെ ഇത് E6 ലോഷൻ. ഇത് കുറേ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഡോഗ്സിന് അത്യാവശ്യം ഇങ്ങനെ സ്കിന്നും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മിഞ്ചിൻ്റെ ഏരിയ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കറമ്പിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഈ ഒരു സംഭവം E6 ലോഷൻ കണ്ട, ഇതാണ് പരത്തി നേരെ പരത്തിയിടും, അത്ര വേണ്ടു. നൈറ്റിൽ പരത്തിയിടുക, സുഖമായിട്ട് കിടന്നു തുടങ്ങുക. ഇത് ലിക്ക് ചെയ്യരുത്. ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറിന് ചിലപ്പോൾ ഇഷ്യൂസ് വരും. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാം നമ്മൾ റെഡ് ഇപ്പോൾ എന്താ പറയുക, കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും, കുറേ പേർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പരറ്റും. റെഡ് ഇത്ര ml ഇത്ര എന്നുള്ളത് ഡോഗിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ചെയ്യണവർ ഇങ്ങനെ ഞാൻ ചെയ്യണ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. തലേദിവസം രാത്രി ഞാൻ E6 ലോഷൻ പരത്തിയിടും. അത് ഇതാക്കി കഴിഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് രാവിലെ കുളിപ്പിക്കണ ദിവസം രാവിലെ നമ്മൾ റെഡ് പറ്റും. റെഡ് ഇത്ര ml ഇത്ര ഡോഗിൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ചിട്ട് ഫുള്ള് മേല് മൊത്തം റെഡ് നമ്മൾ ആക്കി വെക്കും. ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഡോഗിനെ ഏത് ഷാമ്പു വെച്ചാണോ, ഇപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഷാമ്പു വെച്ചിട്ട് ആക്കാം. നമുക്ക് 2 ഡോഗ്സിനും ഇപ്പോൾ നമ്മുടെ കറമ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പാണ്, ഓരോരുത്തർക്ക് ഇതാക്കും. എന്നാല് ഫുള്ള് പരത്തിയതിന് ശേഷം എന്താ പറയുക, നല്ല രീതിക്ക് വെള്ളം ഇതാക്കി നല്ല രീതിക്ക് സോക്ക് ചെയ്ത് നല്ല രീതിക്ക് പതപ്പിച്ച് എന്താ പറയുക ഒരു 10-15 മിനിറ്റ് നിർത്തണം. 15 മിനിറ്റ് ആ ഷാമ്പു ദേഹത്ത് പിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കുളിപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഐ മീൻ മൊത്തം ഫുള്ള് ഇതാക്കാനേ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഉണക്കി കാര്യങ്ങൾ ഡ്രൈ ആക്കി. എനിക്ക് തോന്നുന്നു വീക്കിലി ഒരു 2 തവണ കുളിപ്പിച്ച് ഇതാക്കി കഴിഞ്ഞാൽ സ്കിൻ പ്രോബ്ലംസ് കുറേ പേരുടെ ശ്രദ്ധയില്ലായ്മ കാരണം കൊണ്ടാണ് ഡോഗ്സിന് ഈ സ്കിന്നിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ കാറ്റുകാലം കാര്യങ്ങളൊക്കെയാണ്, മറ്റേ സ്കിന്നും കാര്യങ്ങളൊക്കെ ഡ്രൈ ആവുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഇവിടെയും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും ശ്രദ്ധിക്കുക. നമ്മളെ പോലെ തന്നെ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മക്കൾക്കും വരിക. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. നമ്മുടെ കറമ്പീനെ കാണിച്ചു തരാം കേട്ടോ. കറമ്പി ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീനിൻ്റെ വേസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് വരുന്ന വഴിക്ക് കാറിൽ ഫുള്ള് ഛർദ്ദിച്ചു. കണ്ടോ കറമ്പി പെണ്ണെ കണ്ട, ഇപ്പോഴും അവള് വേസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് തപ്പലാണ് ആശാത്തിയുടെ മെയിൻ പരിപാടി. എവിടെയെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തലയിട്ടു, എന്നിട്ട് അത് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഛർദ്ദിച്ച് കളയും. എന്താണ് ഞങ്ങളുടെ മെയിൻ പരിപാടി അല്ലേ? ഇപ്പോൾ ഫുള്ള് മീനിൻ്റെ നാറ്റം നല്ല നാറ്റ. കുളിക്കാം നമുക്ക്, നാളെ എന്തായാലും കുളിപ്പിക്കേണ്ട ദിവസമാണ്. കുളിക്കാം നമുക്ക്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുധനാഴ്ച ഒരു വലിയൊരു വിശേഷം വരുന്നുണ്ട്. സർപ്രൈസാണ്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ബുധനാഴ്ച അതൊരു 1-1.5 ദിവസം ആയിരിക്കും. അത് അങ്ങനെ ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഒരാൾ വരുന്നുണ്ട്, അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ബുധനാഴ്ച നിങ്ങൾ കണ്ടാൽ മതി. ആ ഒരു ഹിന്റ് മാത്രമേ ഞാൻ തരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കാറൊക്കെ ഒന്ന് തുറന്നിട്ടേക്കാം. കാരണം ഫുള്ള് ഛർദ്ദിച്ചാകെ ഫുള്ള് മീനിൻ്റെ സ്മെല്ലായ കാരണം കൊണ്ട് എല്ലാം ഓപ്പൺ ആക്കി വെച്ചേക്കാം. പിന്നെ കുറച്ചും ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം ഇതൊക്കെ അത്യാവശ്യം സൈസ് വന്നു തുടങ്ങി. ഇതെങ്ങാനും എൻ്റെ നല്ല സമയത്ത് ഇത് കറക്റ്റ് എൻ്റെ ബോണറ്റിലോ ചില്ലിലോ വന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതേ കണ്ടോ, ഇതേ കറമ്പിതേ ആ പറമ്പിക്കോടെ നടന്ന് എന്തെങ്കിലും തപ്പി പിടിക്കാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആമിക്കുട്ടിയെ, ആമിക്കുട്ടി, ആമി പെണ്ണാണോ? ആമിക്കുട്ടിയാണോ? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. എന്തായാലും ഇനി ആമിക്കുട്ടീനെ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കാനായിട്ട് പോകേണ്ട, എല്ലാം സെറ്റായി, എല്ലാം ഓക്കെ ആയി. എനിക്ക് തോന്നുന്നു കുഞ്ഞിന് പേടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ടെമ്പറേച്ചർ വരുന്നത്. ചില ഡോഗ്സിന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോൾ കുറേ ഡോഗ്സിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടുമ്പോൾ കുറേ പേരുടെ ഇത് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മുടെ മക്കളുടെ ആ ഒരു വിശേഷം ഉള്ള വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ മെയിനൊരു കാര്യം, തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും നമ്മുടെ മക്കൾക്ക് എന്താ പറയുക, തെരുവിലെ മക്കൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ യൂട്യൂബിലെ വരുമാനമാണെങ്കിലും എന്താണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്പോൺസറോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റുള്ള ആൾക്കാർക്ക് സ്പോൺസേഴ്സും കാര്യങ്ങളാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ നല്ലൊരു സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ
ശരിക്കും എൻ്റെ മൈൻഡിലുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ പകുതി മുക്കാലും മക്കൾക്ക് അതൊരു ആശ്വാസം. അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മൈൻഡിലുള്ളത്. നല്ലൊരു സ്പോൺസർ അതിനെ കിട്ടിയിട്ടില്ല. എന്തായാലും അത് വഴിയെ വരുമെന്ന് വിചാരിക്കുകയാണ്. വരുമായിരിക്കും, മൂപ്പര് തരുമായിരിക്കും. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ആക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രധാനമാണ്. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്മിക്കുട്ടി ഞാൻ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആട്ടോ. അല്ലെങ്കിൽ ആശാദിക്ക് കാറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അതിൽ ചാടി കയറിയിരിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും. ബുധനാഴ്ച അത് നിങ്ങൾ ആരും മറക്കണ്ട, ബുധനാഴ്ച നല്ലൊരു ഗംഭീര ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയ വിഷയങ്ങളായിട്ട് വരാം. അപ്പോൾ